ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെറും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ സിയാൽ, ഞാനിവിടെ സിയാലയും കൊച്ചി. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റി നിൽക്കുകയാണ്. ഇനി മേക്കപ്പ് ചെയ്യാനുണ്ട്, ചെറുതായിട്ട് ബ്രെഡ് കഴിക്കാനുണ്ട്. കാരണം സാധാരണ നടന്നു പോകാറാണ്, പക്ഷെ ഇന്ന് ഞാൻ നടന്നു പോകല്ല. കാരണം എനിക്ക് പീരീഡ്സ് ആയി, ഇന്ന് ഫസ്റ്റ് ഡേ ആയ കാരണം കൊണ്ട് എന്നോട് നടക്കാൻ വയ്ക്കില്ല. അപ്പോൾ ഇവിടെ എൻ്റെ കുറച്ച് ഗേൾസ് ഓട്ടോയിൽ എന്തായാലും പോകാറുണ്ട്. അപ്പോൾ ഓരോ കൂടെ തന്നെ ഞാൻ ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മേക്കപ്പ് ചെയ്യാനുണ്ട്. നിൻഷിയും ഷൈനയൊക്കെ അവിടെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ അപ്പോഴും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. ഗൈസ് കണ്ടു, നിൻഷയൊക്കെ രാവിലെ തന്നെ ഒരുങ്ങി കുട്ടപ്പനായി നിൽക്കുക. സോക്സ് മാത്രം ഇട്ടാൽ മതി അവൾക്ക്. തല തിരിഞ്ഞിട്ടൊക്കെ സോക്സ് ഇടുന്നത്. അനക്ക് അന്തല്ലെന്ന് എല്ലാരും അറിയട്ടെ. അപ്പോൾ ഗൈസ് ഒരുക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോ വന്നിട്ടുണ്ട്. എനിക്ക് ബാക്കി ടൈമില്ല. ഞാൻ ഇത്രയും ഒരുങ്ങിയുള്ളൂ. ഞാൻ വലക്ക് പീരീഡ്സ് ആയ കാരണം കൊണ്ട് ഒരുങ്ങാൻ വലിയ മൂടൊന്നുമില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടുള്ളൂ, പിന്നെ മുടിയും കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ അടിയിക്കല്ല കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ ഓട്ടോ പോയിട്ട് നടക്കേണ്ടി വരും ഞാൻ. അപ്പം ഞാൻ അവിടെ നിന്ന് കാണാം. ഗൈസ് ആദ്യം നമ്മൾ ഒപ്പിടണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്പുകൾ. ഗൈസ് ഇവിടെ ആനയുണ്ട്. എവിടെ റിച്ച് പോത്തിനെ കണ്ടത്? അപ്പം സ്ട്രൈറ്റ് ക്യാൻറ്റീനിക്ക് പോവാണ്. ഇവിടെ എത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ വേണ്ടി. ഫസ്റ്റ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്, ബാക്കിയൊക്കെ നടന്ന് വരുന്നുള്ളൂ. ഇവിടുത്തെ ക്യാൻറ്റീനത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ദോശ ഉണ്ടാവും, നൂൽപൂട്ട് ഉണ്ടാവും, ഇഡ്ഡലി ഉണ്ടാവും. ഞാൻ മിക്കവാറും ടൈമിലും ഇഡ്ഡലിയും സാമ്പാറും ചട്നി കേട്ടോ കഴിക്കാറ്. സോ ഗൈസ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ലിപ്സ്റ്റിക്കിൻ്റെ റീടച്ചപ്പും കഴിഞ്ഞു. ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോവുകയാണ് ഗൈസ്. ഗൈസ് വന്നപ്പോൾ തന്നെ ഷായിന് ഐസ്ക്രീമാണ് കഴിക്കുന്നത്. ചൂടാണ്. അയ്യോ ഇവന്റെ കോമഡി. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി ക്ലാസ്സിലോട്ട് പോവാണ്. തീറ്റ കഴിഞ്ഞു, കുടി കഴിഞ്ഞു, ഐസ്ക്രീം കഴിക്കൽ കഴിഞ്ഞു. അതെ, ബോറടിക്കുമ്പോൾ ഇടക്കിടക്ക് എടുത്ത് കുടിക്കാൻ. അപ്പൊ ഞങ്ങൾ ഇനി ക്ലാസ്സിലെത്തിയിട്ട് അതെ, അപ്പൊ ഞങ്ങൾ ക്ലാസ്സിലെത്തിയിട്ട് കാണാം. നമ്മൾ റൂമൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്ന് ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ ഒന്നും എടുത്തുകൊണ്ടുപോകാറില്ല കേട്ടോ. ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ് പോകാറ്. കാരണം അധികം പഠിക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അവിടെ വന്നാൽ ആദ്യം നമുക്ക് കുറച്ച് പേപ്പേഴ്സ് തരും, നമുക്ക് കുറച്ച് വിസിറ്റുകൾ ഉണ്ടാവും. ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട്, കാർഗോ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് വിസിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ ആദ്യം തന്നെ. പിന്നെ സാറ് വന്നപ്പോൾ മെല്ലെ ക്യാമറ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണ് തുറക്കാം. പിന്നൊരു ടീ ബ്രേക്ക്, ചായ കുടിച്ചിട്ട് വേണം കണ്ണ് തുറന്ന് ക്ലാസ്സിൽ ഇരിക്കാൻ. എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ചായക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. നിൻഷ ചായ കുടിക്കാൻ പോണ്ടേ? നേഹ എന്ന് പറഞ്ഞ നിൻഷ ഈ ചായ കഴിഞ്ഞു. ഞാൻ നല്ല പിന്നെ ഇല്ലാത്ത കാരണം എനിക്കില്ല. ക്ലാസ് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് ഒരു 11:30 ആകുമ്പോൾ ടീ ബ്രേക്കാണ് കേട്ടോ. ടീ ബ്രേക്കിന് ചായ നല്ലൊരു എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ചായക്ക് മധുരം കുറവായ കാരണം കൊണ്ട് ഞങ്ങൾ തന്നെ ചായക്ക് എക്സ്ട്രാ പഞ്ചസാര ഇട്ടാണ്ട് കുടിക്കാറ്. ചായ കുടിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ ലബനീസാണ്. സമൂസയും ചായയായിരുന്നു, പക്ഷെ എനിക്ക് സമൂസ കഴിക്കാൻ വെച്ചില്ല. ഞാൻ കൊടുത്തു, വയ്യ കഴിക്കാൻ. പിന്നെ ചായ നല്ല ടേസ്റ്റ്. ആദ്യമായിട്ട് പഠിക്കാൻ മധുരം കുറച്ചധികം ഒത്തിരി ഞാൻ കുടിക്കുന്നു. ഇവിടെ ചായക്ക് മധുരം ഉണ്ടാവില്ല. ഞങ്ങൾ ഇത് കുടിച്ചുകഴിഞ്ഞ് വീണ്ടും ക്ലാസ്സിലോട്ട് എഴുതാറുണ്ട്. ഇനി ഞങ്ങൾ ഈ പേപ്പർ ഫിൽ ചെയ്യട്ടെ. എനിക്കൊന്നുമില്ല, ഡൊമസ്റ്റിക്ക് പോയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഒന്നുകൂടി ഉണ്ടാവുമല്ലോ. ഇന്ന് 2 കിട്ടും. അത് കാർഗോക്ക് പോയിട്ട് വേണം. അതെ, ഇന്ന് കാർഗോക്ക് പോയിട്ട് നാളെയാണ് ആ പേപ്പർ ഫില്ല് ചെയ്തത്. ഇന്ന് ഞങ്ങൾ ഈ പേപ്പർ ഫിൽ ചെയ്യട്ടെ. അതിനുള്ള ഇൻഫർമേഷൻസ് നിൻഷ ഫോണിൽ കൂടെ പാസ് ചെയ്യും. അത് നോക്കിയിട്ട് വേണം പോയിന്റ്സ് എഴുതാൻ. ഗൈസ് ഇനി അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ എക്സാമാണ്.
എക്സാം വൻ കോമഡിയാണ്. കാരണം ഞങ്ങളൊന്നും പഠിക്കില്ല, ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ടും ബുക്കിൽ നോക്കിയിട്ടൊക്കെയാണ് എക്സാം എഴുതാൻ പോകുന്നത്. സോ നമുക്കിനി സീക്രട്ട് അപ്പോൾ നമുക്കിനി എക്സാം തുടങ്ങാം, എക്സാം എഴുതാൻ പോകാം. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. യെസ്, ഞങ്ങൾ മാർക്കൊക്കെ എഴുതി വെക്കും. ഈ മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം പോകാൻ. അയ്യോ, പേപ്പർ പാസ് ചെയ്ത് വരുന്നുണ്ടാവും. നമുക്ക് പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർഗോ കാണാൻ പോകും. ഗൈസ്, ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകും ഗൈസ്. ചായനപ്പം വരും. കൈ കഴുകാൻ പോയിട്ട് ഇന്ന് വെജാ നോൺ വെജാ? ഇന്ന് വെജ്, ഇന്നലെ നോൺ വെജ്. അയ്യോ, എനിക്ക് ഭാഗ്യമില്ല. ഫുഡ് രസം ഉണ്ടാവും കേട്ടോ, കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. എന്ത് നമ്മൾ ടിഷ്യൂ കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള കുട്ടിയാട്ടോ, തുടച്ചിട്ടൊക്കെ പ്ലേറ്റ് യൂസ് ആക്കുള്ളൂ. ഗൈസ്, ഇന്നത്തെ മനു എന്താ? പപ്പടമുണ്ട്, ഇത് പേര് ഇന്ന് നോൺ വെജ് ആണ്. അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ, പുളിഞ്ചുണ്ടായിരുന്നു, പിന്നെ കറിയുണ്ട്, ചോറുണ്ട്. കറിയൊന്നും അറിയില്ല, മിക്കവാറും മറ്റേ അങ്കമാലി മാങ്ങക്കറിയൊന്നുമല്ലല്ലോ. എനിക്കറിയില്ല എന്ത് കറിയാണ്. അപ്പൊ ഞങ്ങള് പച്ചക്കറിയുടെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഷായിനെ എപ്പം കഴിക്കാൻ തുടങ്ങി, കാരണം ഇപ്പം കഴിച്ചാലുള്ള അപ്പം തീരുക. സോറി ഷാൻ, എപ്പം തന്നെ ബാക്കിയുള്ളവരൊക്കെ നീറ്റാലും ഷായനെ നീക്കത്തില്ല. ഷാന, ഫുഡിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അടിപൊളിയാണ്, അടിപൊളിയാണ്. ഓ, ടീ ബ്രേക്ക് ഞാൻ 11:30 പറഞ്ഞില്ലേ. പിന്നെ ക്ലാസ് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 12 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ 1:30 ആകുമ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വിടും. കാരണമല്ല, അവിടെ വന്നിട്ട് എന്താ പറയുക, മെയിനായിട്ട് ഫുഡ് തീറ്റയാണ് നടക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് അവിടെ നടക്കുന്ന കാര്യം. ഫുഡാണെങ്കിൽ അടിപൊളി, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ തോന്നൂല. കാർഗോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചോറുണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരമായി കാത്തിക്കണ്. എപ്പോൾ പോകുന്നു പറഞ്ഞത്? സാർ നിസ്കരിച്ചിട്ട് വരാറ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ആദ്യം ഇൻ്റർനാഷണൽ എയർപോർട്ട് വിസിറ്റ് കഴിഞ്ഞു, ഡൊമസ്റ്റിക് എയർപോർട്ട് വിസിറ്റ് കഴിഞ്ഞു, MRO വിസിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് കാർഗോൻ്റെ വിസിറ്റ് ചെയ്യുന്നു. കാർഗോ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള വിസിറ്റുകളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിസിറ്റിന് പോകുന്ന ടൈമിൽ നമുക്ക് അവിടുന്ന് എന്താ പറയുക, കുറച്ച് ചെക്ക് ഇൻ ചെയ്തിട്ട് ഉള്ളിൽ കയറാറുണ്ട് കേട്ടോ. കുറച്ച് സെക്യൂരിറ്റി ഒക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് നമ്മളെ മേത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നമ്മൾ ചെക്ക് ചെയ്യില്ലേ, അങ്ങനെ അതൊക്കെ ചെക്കിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഉള്ളിലേക്ക് അലോ ചെയ്യുക. നമ്മൾ എന്താ പറയുക, ഉള്ളിലേക്ക് പോയപ്പോൾ തന്നെ അത് വലിയൊരു ലോകം. കാർഗോൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അത് വലിയൊരു ലോകം. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഇരുന്നിട്ട് ഇതേപോലത്തെ ഓരോ വിക്രസുകൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബോറടിക്കൂലല്ലോ. നിങ്ങളുടെ നാട്ടിൽ കൂറാച്ചിക്ക് കൂറാച്ചി എന്നല്ലേ പറയുന്നത്? നമ്മുടെ നാട്ടിൽ കൂറ, ഞങ്ങളുടെ നാട്ടിൽ കൂറാച്ചി. ആ ചീ എന്തിനാണ്? കൂറ പോലെ ഞങ്ങളെ ബഹുമാനിക്കത്തില്ല, ചീ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചെക്കിങ് കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഇമ്പോർട്ട് കാർഗോ ടെർമിനൽ കണ്ടു പോണത്. നല്ല ചൂട് ഗൈസ്. ഞങ്ങൾ 3 ആൾക്കാർ രണ്ട് പാർട്ടാക്കി. ഞാനും ഷായിനി ഒരു പാർട്ടിലും നീൻസ് അപ്പുറത്തെ വേറെ പാർട്ടിലാണ്. ഓള് പിന്നെ വരും. ഞങ്ങളാണ് ആദ്യം കാർഗോ കാണാൻ പോണത്. ഡിപ്രമിഷന് പോയിക്കണോളൂ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയ സമയത്ത് സാറുണ്ടാകും ഞങ്ങളെ കൂടെ. സാറോട് ഡൗട്ട് ചോദിച്ചിട്ടും സാർ ഡൗട്ട് പറഞ്ഞു തന്നിട്ടും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. പക്ഷേ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഈ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് ഡിലീറ്റ് ആക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കുറേ കാലം അതിൽ ഉള്ളത് കണ്ടിരുന്നു കേട്ടോ. പക്ഷേ അതെല്ലാം കൂടി എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഗൈസ്. ഉള്ളിൽ കയറി ഫുള്ള് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പകുതി വീഡിയോ എടുത്തപ്പോഴത്തേനും ഇവിടെ ഫോൺ അലോഡല്ല. ഫോണാ കൊണ്ടുപോകാൻ പറ്റി, പക്ഷെ ഫോണിൻ്റെ അതിനുള്ളിൽ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു.
ഗൈസ് ഇന്ന് ചായ അല്ല, ഇന്ന് ഫ്രൂട്ടി ആയിരുന്നു ഞങ്ങൾക്ക്. ഫ്രൂട്ടി ഇത് കുടിച്ചിട്ട് ഞങ്ങൾ നടക്കാൻ പോവാണ്. നമുക്ക് വിസിറ്റുകൾ ഉണ്ടാവണമെന്ന് സിയാലിന് ആ വിസിറ്റുള്ള ഭാഗത്തേക്ക് വണ്ടി ഉണ്ടാവും, പക്ഷെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരാൻ വണ്ടി ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി ഒരൊറ്റ ഉറക്കിയായിരുന്നു. തീരെ വെയ്യെന്ന് എനിക്ക് ഞാൻ പറഞ്ഞ പീരീഡ്സ് ആയ കാരണം കൊണ്ട് കൂടെ തീരെ വെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിയതായിരുന്നു. ഇപ്പോൾ നിൻസിനെ വിളിച്ച് നീപ്പിച്ചപ്പോഴാണ് ഞാൻ നീക്കണേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവട്ടെ ഗൈസ്. അപ്പം ഞങ്ങൾ ഡെയിലി ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഫുഡ് കഴിക്കണം, പോയി കിടന്ന് ഉറങ്ങണം. ഇന്ന് അത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ ഗൈസ്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും.